സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദി സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ് ബൈ ബിൽ ബ്രിച്ചാർഡിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ്. അതാണ് ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബിൽ ബ്രിച്ചാർഡ് ഇസ് എൻ അമേരിക്കൻ ജേർണലിസ്റ്റ്, റൈറ്റർ ആൻഡ് റൈറ്റിംഗ് കോച്ച്. അദ്ദേഹം ഒരു അമേരിക്കൻ ജേർണലിസ്റ്റാണ്, റൈറ്ററാണ് ആൻഡ് റൈറ്റിംഗ് കോച്ചാണ്. നല്ലൊരു എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ നല്ലൊരു റൈറ്റിങ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ഹി റൈറ്റ്സ് അബൌട്ട് ബിസിനസ്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. അദ്ദേഹം ബിസിനസ്സിനെ കുറിച്ചും ലീഡർഷിപ്പിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതാറുണ്ട്. ഹിസ് ആർട്ടിക്കിൾ ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ് എക്സ്പ്ലെയിൻ ഹൗ റൈറ്റിംഗ് എഫക്റ്റ് ദ ബ്രെയിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായിട്ടുള്ള ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് നല്ലൊരു റൈറ്റിംഗ് നമ്മുടെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. ദെൻ മെയിൻ ഐഡിയ, ഈ ഒരു ആർട്ടിക്കിളിലുള്ള പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഗുഡ് റൈറ്റിംഗ് ഈസ് നോട്ട് ഓൺലി എ സ്കിൽ, ഇറ്റ് ഈസ് ആൾസോ എ സയൻസ്. നല്ല റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കഴിവ് മാത്രമല്ല, അതൊരു സയൻസ് കൂടിയാണ്. ദ ബ്രെയിൻ റിവാർഡ് അസ് വെൻ വി റീഡ് സിമ്പിൾ, ക്ലിയർ, ഇമോഷണൽ ആൻഡ് സ്പെസിഫിക് റൈറ്റിംഗ്. നല്ലൊരു എഴുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിന് റിവാർഡ് തരും. നല്ല ക്ലിയർ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, സ്പെസിഫിക് ആയിട്ടുള്ള റൈറ്റിംഗ് വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിന് റിവാർഡ് തരും. അഥവാ ഡോപ്പമീൻ പോലുള്ള ഹോർമോണുകളൊക്കെ ബ്രെയിനിൽ റിലീസ് ചെയ്യും. ബ്രിച്ചാർഡ് ഗിവ്സ് 8 ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് ബിസിനസ് റൈറ്റിംഗ് സ്ട്രോങ്. അദ്ദേഹം ഇതിൽ 8 ക്വാളിറ്റീസ്, നമ്മളൊരു ബിസിനസ് റൈറ്റിംഗ് എഴുതുമ്പോൾ ഉണ്ടായിരിക്കേണ്ട 8 ക്വാളിറ്റീസാണ് അദ്ദേഹം ഇതിൽ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദീസ് 8 ക്വാളിറ്റീസ് ആർ കോൾഡ് ദ 8 S. ഈ 8 ക്വാളിറ്റീസിനെ 8 SS എന്നാണ് പറയുന്നത്. ദ 8 S, ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഈ 8 Sനെ കുറിച്ച് പഠിക്കാം. സിംപ്ലിസിറ്റി. ദ ഫസ്റ്റ്, സിംപ്ലിസിറ്റി, ഈസി ടു റീഡ്. Use simple words and short sentences. Avoid confusing grammar and long paragraphs. The brain likes easy languages, so readers understand quickly. Example, investors love profits. Simple writing build trust and confidence in the reader. അപ്പോൾ യൂസ് സിമ്പിൾ വേർഡ്സ് ആൻഡ് ഷോർട്ട് സെൻറ്റൻസസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലിസിറ്റിയാണ് അതിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സുകളും സെൻറ്റൻസുകളും യൂസ് ചെയ്യുക. ദെൻ അവോയ്ഡ് കൺഫ്യൂസിങ് ഗ്രാമർ ആൻഡ് ലോങ് പാരഗ്രാഫ്സ്. അഥവാ വായിക്കുമ്പോൾ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഗ്രാമർ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ലോങ് പാരഗ്രാഫുകളൊക്കെ ഒഴിവാക്കുക. ദെൻ ബ്രെയിൻ ലൈക്ക് ഈസി ലാംഗ്വേജ്, സോ റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ക്വിക്ലി. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് ഇഷ്ടം എന്താണ്, വളരെ ബുദ്ധിമുട്ടുന്ന ലാംഗ്വേജസ് ഒന്നുമല്ല, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണ് ബ്രെയിനിന് ഇഷ്ടം. അത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. സോ എന്ത് ചെയ്യും, നമുക്ക് വായിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ എക്സാമ്പിൾ, ഇൻവെസ്റ്റേഴ്സ് ലവ് പ്രോഫിറ്റ്, നോട്ട് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സ് ലവ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപിക്കുന്നവർ എന്തിഷ്ടമുണ്ട്, പ്രോഫിറ്റ് ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിൽ പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസാണ്. ദ പ്രോഫിറ്റ് ലവ്ഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് വോയിസ് ആണ്, അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്. ദെൻ സിമ്പിൾ റൈറ്റിംഗ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ റീഡർ. അപ്പോൾ അതുപോലെ തന്നെ സിമ്പിൾ റൈറ്റിംഗ് വായിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് വായിക്കുന്ന ആളുകൾക്കിടയിൽ ഒരു ട്രസ്റ്റും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കും. ദെൻ സ്പെസിഫിസിറ്റി, ക്ലിയർ ആൻഡ് എക്സാക്റ്റ്. എന്താണ് ഈ സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂസ് സ്പെസിഫിക് വേർഡ്സ് ഇൻസ്റ്റീഡ് ഓഫ് ജനറൽ വേർഡ്സ്. അപ്പോൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് വേർഡ്സ് ഉപയോഗിക്കുക ജനറൽ വേർഡ്സിന് പകരം. ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമ്മൾ ഫ്രൂട്ട് എന്നുള്ളതിന് പകരം ആപ്പിൾ തന്നെ ഉപയോഗിക്കുക. സോ പെലിക്കൺ ഈസ് ബെറ്റർ ദാൻ ബേർഡ്. അപ്പോൾ നമ്മൾ ഏതോ ഒരു ബേർഡിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ ഏത് ബേർഡിനെയാണ് ഉദ്ദേശിച്ചത് അത് തന്നെ ക്ലിയർ ആക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് ക്ലിയർ ആയിട്ട് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ സ്പെസിഫിക് ഡീറ്റെയിൽസ് ക്രിയേറ്റ് ഇമേജസ് ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. നമ്മൾ സ്പെസിഫിക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് വായിക്കുന്ന ആളുടെ മൈൻഡിൽ ആ ഒരു ഇമേജ് കൊടുക്കും. ദെൻ സ്പെസിഫിക് റൈറ്റിംഗ് ആക്ടിവേറ്റ് മോർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, സോ ഇറ്റ് ഈസ് മെമ്മോറബിൾ. അതുപോലെ തന്നെ സ്പെസിഫിക് റൈറ്റിംഗ് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൻ്റെ കൂടുതൽ പാർട്സിനെ അതെന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ കാലം അത് ഓർമ്മിക്കും. ഞാൻ ഏതോ ഒരു ഫ്രൂട്ട്സ് കഴിച്ചു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഞാൻ ഈ ഫ്രൂട്ട്സാണ് ഞാൻ കഴിച്ചത് എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലേ, അത് നമ്മുടെ ബ്രെയിനിൽ അത് കാണാനായിട്ട് പറ്റും. ഐ എയ്റ്റ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഐ എയ്റ്റ് എ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ല ഏതോ ഒരു ഫ്രൂട്ടാണ്. സോ അപ്പോൾ നമ്മൾ ആ സ്പെസിഫിക് ആയിട്ട് തന്നെ അതിൽ പറയണമെന്നാണ് പറയുന്നത്. ദെൻ ഹെൽപ്പ് ദ റീഡേഴ്സ് വിഷ്വലൈസ് ദ ഐഡിയ ക്ലിയർലി. അപ്പോൾ എന്തെങ്കിലും വായിക്കുന്ന ആളുകൾക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സർപ്രൈസ്, അൺഎക്സ്പെക്റ്റഡ് ടച്ച്. ഇത് ആഡ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ടു ക്യാച്ച് അറ്റൻഷൻസ്. എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റൈറ്റിങ്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അറ്റൻഷന് പിടിച്ചു പറ്റാനായിട്ട് സാധിക്കും. സർപ്രൈസ് ബ്രേക്സ് ദ റീഡേഴ്സ് നാച്ചുറൽ പ്രിഡിക്ഷൻസ്. ദെൻ സർപ്രൈസിങ് ലൈൻസ് ആർ ഈസിലി റിമെമ്പേർഡ് ആൻഡ് ഓഫൻ ഷെയർഡ്.
ക്രിയേറ്റ് സർപ്രൈസിങ് ലൈൻസ് ആർ ഈസിലി റിമെമ്പേർഡ് ആൻഡ് ഓഫൻ ഷെയർഡ്. അതുപോലെ തന്നെ എന്താണ് സർപ്രൈസിങ് ആയിട്ടുള്ള വരികളൊക്കെ എന്ത് ചെയ്യും, വായിക്കുന്നതിലുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള വരികൾ എന്ത് ചെയ്യും, നമുക്ക് അത് ഈസി ആയിട്ട് ഓർക്കാനായിട്ട് പറ്റും. നമുക്ക് ആ സെൻറ്റൻസുകളോ അല്ലെങ്കിൽ ആ പാരഗ്രാഫുകളൊക്കെ മുഴുവൻ ഓർക്കാൻ എന്ത് ചെയ്യും, ആ സർപ്രൈസിങ് ആയിട്ടുള്ള സെൻറ്റൻസുകളോ വേർഡ്സുകളോ ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിനിടയിൽ സർപ്രൈസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ദെൻ സ്റ്റിറിങ്. എന്താണ് സ്റ്റിറിങ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ടച്ച് കൊണ്ടുവരണം. യൂസ് ഇമോഷണൽ വേർഡ്സ് ടു ടച്ച് ദ റീഡേഴ്സ് ഫീലിങ്സ്. അതുപോലെ തന്നെ ഇമോഷണൽ വേർഡ്സുകൾ യൂസ് ചെയ്യാം. Emotional language creates curiosity, excitement, fear, joy. Emotion helps readers remember point better. Then what a brilliant idea എന്നൊക്കെ പറയുമ്പോൾ ക്രിയേറ്റ് ഇമോഷൻ അല്ലേ, എന്ത് നല്ല ആശയമാണ് ആ പറയുന്നത്. അപ്പോൾ ഇമോഷണലായിട്ടുള്ള നമ്മുടെ ഇമോഷനെ ടച്ച് ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫിയർ ഉണ്ടാക്കും, ജോയ് ഉണ്ടാക്കും, സന്തോഷം ഉണ്ടാക്കും. അങ്ങനെയുള്ള വേർഡ്സുകളും കാര്യങ്ങളൊക്കെ സെൻറ്റൻസുകളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ നമ്മുടെ എഴുത്തിൽ യൂസ് ചെയ്യാം. ദെൻ സെഡക്റ്റീവ്. അതും ക്യൂരിയോസിറ്റിയാണ്, ആകാംക്ഷ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വേർഡ്സോ സെൻറ്റൻസുകളൊക്കെ യൂസ് ചെയ്യാം. സെഡക്റ്റീവ് റൈറ്റിംഗ് ക്രിയേറ്റ്സ് ആൻറ്റിസിപ്പേഷൻസ്. ദ റീഡേഴ്സ് വാണ്ട് ടു നോ മോർ. യൂസ് സ്റ്റോറി ടെല്ലിംഗ്, ഓപ്പണിംഗ് ക്വസ്റ്റ്യൻസ് ഓർ സസ്പെൻസ്. എക്സാമ്പിൾ, സ്റ്റീവ് ജോബ്സ് സ്റ്റാർട്ടഡ് സ്പീച്ചസ് വിത്ത് ഐ വാണ്ട് ടു ടെൽ യു 3 stories. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ നമ്മൾ എന്ത് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനോട് കൂടി അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോട് കൂടിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അത് കേൾക്കുന്ന ആളുകൾക്കൊരു മടുപ്പില്ലാതെ അത് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഐ വാണ്ട് ടു ടെൽ യു 3 stories. അപ്പോൾ സ്റ്റീവ് ജോബ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് തുടങ്ങുന്നത് തന്നെ എനിക്ക് നിങ്ങളോട് 3 കഥകൾ പറയാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഷുവറായിട്ടും, കാരണം കഥ കേൾക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്വാളിറ്റീസാണ്. അപ്പം എന്ത് ചെയ്യും, ആൾക്കാർ വളരെ ആകാംക്ഷയോട് കൂടി അത് കേട്ടിരിക്കും. സോ അതാണ് സെഡക്റ്റീവ്. ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യാം. ക്യൂരിയോസിറ്റി മേക്സ് റീഡേഴ്സ് കണ്ടിന്യൂ റീഡിങ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അത് റീഡിങ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ദെൻ സ്മാർട്ട് തിങ്കിങ്, ഒരു ആഹാ മൊമെൻറ്റ്. ഗിവ് ദ റീഡർ ന്യൂ ഐഡിയാസ്, ന്യൂ അണ്ടർസ്റ്റാൻഡിങ്, എ ഫ്രഷ് ക്ലാരിറ്റി. പുതിയ ഐഡിയാസും ആശയങ്ങളൊക്കെ കൊടുക്കുന്നതാണ് സ്മാർട്ട് തിങ്കിങ് എന്ന് പറയുന്നത്. റീഡേഴ്സ് ഫീൽ സ്മാർട്ട് വെൻ ദേ അണ്ടർസ്റ്റാൻഡ് സംതിങ് ന്യൂ. ദെൻ ഇൻസൈറ്റ്ഫുൾ റൈറ്റിംഗ് സ്റ്റേസ് ലോങ്ങർ ഇൻ മെമ്മറി. നോട്ട് മാൻ വേഴ്സസ് മെഷീൻ ബട്ട് മാൻ പ്ലസ് മെഷീൻ. ഇതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആശയങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകളൊക്കെ കൊടുക്കുക. അപ്പോൾ മനുഷ്യനെയും മെഷീനെയും ഇവിടെ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഒരിക്കലും മെഷീന് മനുഷ്യനില്ലാതാക്കില്ല. പക്ഷേ മെഷീനും മനുഷ്യനും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഥവാ ഇന്നോവേഷൻ, പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് നമ്മൾ ചിന്തിക്കുക, അല്ലാതെ ബാഡായിട്ട് ചിന്തിക്കാതെ അതുപോലുള്ള സെൻറ്റൻസുകളും ഫ്രേസസും കാര്യങ്ങളൊക്കെ നമ്മളെ റീഡിങ്സിലേക്ക് കൊണ്ടുവരിക, റൈറ്റിങ്സിലേക്ക് കൊണ്ടുവരിക. ദെൻ സോഷ്യൽ കോണ്ടൻറ്റ്, ഹ്യൂമൻ ടച്ച് അഥവാ സോഷ്യൽ കോണ്ടൻറ്റ്. യൂസ് ഹ്യൂമൻ കണക്ഷൻസ്, ടോക്ക് അബൌട്ട് പീപ്പിൾ, എക്സ്പീരിയൻസസ്, ഇമോഷൻസ്. യൂസ് യു ടു സ്പീക്ക് ഡയറക്ട്ലി ടു ദ റീഡർ. എക്സാമ്പിൾ, യു ക്യാൻ ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് ബൈ പ്രാക്ടീസിങ് ഡെയിലി. സോഷ്യൽ റൈറ്റിംഗ് ബിൽഡ് ട്രസ്റ്റ് ആൻഡ് എൻഗേജ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റിങ്സിലൊരു ഹ്യൂമൻ കണക്ഷൻസ് കൊണ്ടുവരിക. സോ യൂസ് യു ടു സ്പീക്ക് ഡയറക്ട്ലി ടു ദ റീഡർ. അതുപോലെ തന്നെ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. യു ക്യാൻ ഇംപ്രൂവ് യുവർ റൈറ്റിംഗ് ബൈ പ്രാക്ടീസിങ് ഡെയിലി. നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ദിവസവും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മളോട് തന്നെ ഒരാൾ പറയുന്ന പോലെ തോന്നും. അതുപോലെ ഒരു കണക്ഷൻ അതിൽ നമ്മുടെ റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റോറി ടെല്ലിങ്. യൂസ് സ്റ്റോറീസ് ബിക്കോസ് അവർ ബ്രെയിൻ അണ്ടർസ്റ്റാൻഡ് സ്റ്റോറീസ് ബെറ്റർ ദാൻ ഫാക്ട് അലോൺ. അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ റൈറ്റിങ്സിൽ സ്റ്റോറീസൊക്കെ ആഡ് ചെയ്യാം. സ്റ്റോറീസ് ആക്ടിവേറ്റ് മെനി പാർട്ട് ഓഫ് ദ ബ്രെയിൻ ടുഗദർ. എ ഗുഡ് സ്റ്റോറി എക്സ്പ്ലെയിൻസ്, എൻ്റർടൈൻ, ടീച്ചസ്. സോ റീഡേഴ്സ് കണക്ട് ഇമോഷണലി വിത്ത് സ്റ്റോറീസ് സോ ദ മെസ്സേജ് സ്റ്റേസ് ലോങ്ങർ. അദ്ദേഹം പറയുന്നത് സ്റ്റോറീസ് ആഡ് ചെയ്യണം നമ്മുടെ റൈറ്റിങ്സിൽ. നമ്മളത് എൻ്റർടൈൻ ചെയ്യും, ടീച്ച് ചെയ്യും. ഒരു സ്റ്റോറീസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അത് വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ എൻ്റർടൈൻ ആയിരിക്കും. സോ ഇതാണ് 8 എസ്സുകൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ആഡ് ചെയ്യാനായിട്ട് പറയുന്നത് നമ്മുടെ റൈറ്റിങ്ങിൽ. എന്തുകൊണ്ടാണ് ഈ 8 എസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ, ദേ മേക്ക് റൈറ്റിംഗ് ക്ലിയർ, മെമ്മോറബിൾ, ഇൻട്രസ്റ്റിംഗ്, ഇമോഷണൽ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ദേ ഹെൽപ്പ് ഇൻ ബിസിനസ്, സ്റ്റഡീസ്, ടീച്ചിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഗുഡ് റൈറ്റിംഗ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ആൻഡ് മേക്ക് ഐഡിയ സ്ട്രോങ്ങർ. ദെൻ അതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പോയിൻ്റ് വൈസ് ആയിട്ടാണ് തന്നതെങ്കിലും ഒരു പാരഗ്രാഫ് വൈസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ പോയിന്റുകളൊക്കെ പാരഗ്രാഫായിട്ട് തന്നെ എഴുതാൻ പഠിക്കണം. അങ്ങനെ തന്നെ എഴുതാൻ പോയിൻ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്ക് കുറവായിരിക്കും. പാരഗ്രാഫായിട്ട് തന്നെ എഴുതുക. ഓക്കെ. ദെൻ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യന് 2 മാർക്കിന് തന്നെ എഴുതുക. അതിനൊരു പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല. 2 3 ലൈനിൽ നിങ്ങൾക്ക് 2 മാർക്കിന് ക്വസ്റ്റ്യൻ എഴുതാം. 5 മാർക്കിന് ഒരു പാരഗ്രാഫ് അഥവാ അറ്റ്ലീസ്റ്റ് ഒരു അര പേജെങ്കിലും എഴുതുക. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു പേജ് എഴുതുക.
ഓക്കെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പേജെന്നെങ്കിലും എഴുതുക. അങ്ങനെയാണ്, അല്ലാതെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 1-2 പേജൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എഴുതുക, എന്നെങ്കിലും മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.